ജാലകങ്ങൾ ഞാൻ തുറന്നു, നീ അതിൻ്റെ കീഴിൽ നിന്നു. മനോഹരമായ വരികൾ. അതേപോലെ തന്നെ നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിനും കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനും ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിനും ഞാനൊരു സ്ഥാപനത്തെ എന്ന് കണ്ടെത്തി. നമ്മുടെ ഏറ്റുമാനൂർ പേരൂർ റോഡിൽ അലോക് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. മനോഹരമായ ഡ്രോയിങ് ആണ് കിടക്കുന്നത്. അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വർക്കുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ലൈവ് ടിയുടെ കേരള കയ്യിലൂടെ ഞാൻ പരിചയപ്പെടുന്നത്. പാട്ടുപാടി ബോറടിപ്പിക്കുന്നില്ല, അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോകാം. കമാൺ. അലോക് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ അതിന്റെ പ്രിയപ്പെട്ട ഓണർ ബാബു ജയപാൽ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരമുണ്ട്. നമസ്തേ. ഞാനിങ്ങനെ ഏറ്റുമാനൂർ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ എനിക്ക് കുറച്ച് സംശയങ്ങൾ വന്നു. ഞാനും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ രംഗത്തെ എക്സ്പേർട്ട് എന്ന രീതിയിലാണ് കേട്ടോ. ഇപ്പൊ എത്ര വർഷം ഈ സ്ഥാപനം ആരംഭിച്ചിട്ട്? നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് 2018-ലാണ്. ശരി. ആദ്യം നമ്മൾ പാലാ റോഡിൽ പാറകണ്ടത്തിൽ ബിൽഡിങ്ങിലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ നമ്മൾ പുതിയ ഓഫീസിലേക്ക് മാറിയിട്ട്. നമ്മളപ്പോൾ 2019 തന്നെ നമുക്ക് ആദ്യത്തെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് കിട്ടുകയുണ്ടായി. അത് അറുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ആദ്യം ഒരു പടിപ്പുരയും കോമ്പൗണ്ട് വാളും കൂടെ, അതൊരു 6 ഏക്കറോളം ഉള്ളൊരു സ്ഥലമായിരുന്നു. അവിടെയാണ് അതിൻ്റെ പ്രാരംഭം എന്ന് പറയാം. പിന്നെ അവരുടെ തന്നെ ഗ്യാരേജ് ബിൽഡിങ്ങുകൾ ചെയ്തു. അത് റെസിഡൻഷ്യൽ പർപ്പസ് തന്നെയാണ്, എന്നാൽ അത് ഒരല്പം വലുപ്പമുള്ള ബിൽഡിംഗ് ആയിരുന്നു. 5000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബിൽഡിംഗ്. 2 നിലയിലായിട്ട്, താഴെ ഗ്യാരേജ്, മുകളിൽ അവരുടെ പാർട്ടി ഹാള്, ചെറിയൊരു ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ സ്പേസ്, ലോണ്ടറി ഏരിയ, അത് ആ ഒരു രീതിയിലൊരെണ്ണമാണ് ചെയ്തത്. അത് നമ്മളൊരു ഏകദേശം ഒരു 7 മാസം കൊണ്ടത് പൂർത്തീകരിക്കേണ്ടായി. അതിനുശേഷം ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു 4 പ്രൊജക്റ്റ് ഇപ്പോൾ റണ്ണിങ് ആണ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. കൂടാതെ ഡിസൈൻ സെക്ഷനിൽ അത് കൂടാതെ വേറെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യാത്ത സൈറ്റുകളുമുണ്ട്. പ്രധാനമായും നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ? സേവനങ്ങളുടെ ഭാഗം പറയാനാണെങ്കിൽ നമ്മൾ നയര എന്ന് പറയുന്ന ഒരു പെട്രോളിയം കമ്പനിയുണ്ട്. നയരയുടെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ പേപ്പർ വർക്കുകൾ നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. കൺസ്ട്രക്ഷൻ നമ്മളല്ല, പേപ്പർ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ മറ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ ഡിസൈനിങ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈനിങ് ഉണ്ട്, സർവേ ഉണ്ട്. അത് ടോട്ടൽ സെക്ഷനും അതുപോലെ GPS വെച്ചിട്ടുള്ള സർവേ സംവിധാനമുണ്ട്. പിന്നെ ഇത് വാസ്തു ഓറിയന്റഡ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. 2 രീതിയിലും ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ഉൾപ്പെടെ വർക്കുകൾ ഉൾപ്പെടെയാണോ നമ്മൾ ചെയ്യുന്നത്? പ്ലാന് അതിൻ്റെ കൂടെ വർക്ക്, ഇപ്പോൾ കൺസ്ട്രക്ഷനും കൂടെ ചെയ്തു കൊടുക്കും. എല്ലാ പ്ലാനുകളും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. അത് ചിലർക്ക് പ്ലാനും മറ്റു കാര്യങ്ങളും മാത്രം മതി. അവരുടെ പെർമിറ്റ് എടുത്ത് കൊടുക്കുക, പേപ്പർ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ. അതൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മളിവിടെ തന്നെ ചെയ്തു കൊടുക്കും. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. കെ-സ്മാർട്ടിന്റെ ഫെസിലിറ്റേഷൻ സെന്റർ കൂടെ നമുക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്റേതുണ്ട് നമ്മുടെ കൂടെ. ഏതൊക്കെ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസൈനിങ് കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്യുന്നത്? ഏത് ടൈപ്പ് എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് റെസിഡൻഷ്യൽ പർപ്പസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഈ ബിൽഡിംഗ് പോലും ഇത് കൊമേഴ്ഷ്യലാണ്. ഇത് ഞങ്ങളാണ് ആദ്യം ചെയ്തത്. ഡ്രോയിങ് ചെയ്തു, പേപ്പർ വർക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ അങ്ങനെ. അതേപോലെ സാറേ, ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ആളുകൾ എനിക്ക് തോന്നുന്നു കണ്ടമാനം കാശുകൾ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ബിൽഡിങ്ങിന്റെ വർക്കുകൾ നിന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒക്കെ കുറച്ചൊക്കെയാണോ ചെയ്യുന്നത്? കോസ്റ്റ് കുറയ്ക്കുന്ന വെച്ചാൽ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്കെഡ്യൂൾ തയ്യാറാക്കും. ഇപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വർക്ക് സ്കെഡ്യൂൾ കൊടുക്കും. വർക്ക് സ്കെഡ്യൂളിൽ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം
അത് കഴിച്ച് ഈ ഓരോ വീക്കിൽ എന്താണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ്, എന്താണ് അവിടെ നടക്കുന്നത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം ആദ്യം ഒരു വർക്കിന്റെ പ്രധാന കാര്യം ലാൻഡ് ഡെവലപ്മെന്റ്, അതിനുശേഷം ബേസ്മെന്റ്, അതിനുശേഷം അതിന്റെ ബെൽറ്റ്, മറ്റു കാര്യങ്ങൾ, അതിനുശേഷം ബ്രിക്ക് വർക്ക്. അപ്പോൾ ഓരോ സ്റ്റേജും ഏത് സമയങ്ങളിൽ ഏത് സാഹചര്യങ്ങളിൽ നടക്കും എന്നുള്ളതിനെ കുറിച്ചൊരു സ്കെഡ്യൂള് നമ്മൾ ആദ്യം കസ്റ്റമർക്ക് കൊടുക്കും. ആ സ്കെഡ്യൂൾ വെച്ച് തന്നെ ഒരു പേയ്മെന്റ് സ്കെഡ്യൂളും കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഏകദേശം ഏതൊക്കെ ടൈപ്പ് എത്ര എമൗണ്ട് ഫണ്ട് അവരുടെ കരുതണം എന്നുള്ളത്. അതിപ്പോൾ 2 വർഷം കൊണ്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന 4 ഘട്ടം എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് ചെയ്യുന്നതാണ്. അത് ഇച്ചിരി വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട്. ചെറിയ പ്രോജക്റ്റും ഉണ്ട്. ഇപ്പം റീസെന്റ് ഒരു വർക്ക് നമ്മൾ പാലാ റോഡിലാണ് തുടങ്ങിയിരിക്കുന്നത്. അവർക്ക് 7 മാസം കൊണ്ട് തീർക്കണം. അപ്പൊ അവരോട് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇത്ര എമൗണ്ട് വരുന്നുണ്ട്, അതിന് ഇന്ന സ്റ്റേജിൽ ഇത്ര എമൗണ്ട് നമുക്ക് വേണം, അതിനുള്ള കരുതൽ അവർ നടത്തേണ്ടതുണ്ട്. അതെല്ലാം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ ഒരു വീടിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇന്റീരിയർ വർക്കുകളാണ്. അപ്പൊ അതും നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ ക്ലയന്റുകൾ എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും ചെയ്യുന്നത്. നമ്മൾ ഇന്റീരിയർ വർക്കിന്റെ വീടുകളുടെ ഇന്റീരിയർ വർക്ക് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തടി കൊണ്ട് ചെയ്യുന്നതുകൊണ്ട്, മറ്റിപ്പോഴത്തെ നൂതന സാങ്കേതിക മോഡേൺ സംവിധാനം വെച്ചാൽ WPC എന്ന് പറഞ്ഞ പ്രൊജക്ട്, അതുകൂടാതെ തന്നെ PVC മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ മൾട്ടിവുഡുകളുണ്ട്. അങ്ങനെ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാവിധ മെറ്റീരിയലുകളും നമുക്കിവിടെ അത് ഇന്ത്യയിലെ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മൾട്ടിവുഡിലുള്ള വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ WPC ഇപ്പം റീസെന്റ് കുറച്ചായി വരുന്നുണ്ട്. നമുക്കിപ്പം ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഒരു പ്രൊജക്റ്റും നടക്കുന്നില്ല. ശരിക്കും ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ സ്റ്റേജ് ഇപ്പൊ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എല്ലാം ബ്രിക്ക് വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ്. നമ്മളെ എത്ര സ്ക്വയർ ഫീറ്റ് മുതൽ ആണ് അങ്ങനെ നമ്മൾ നോക്കാറില്ല. ഇപ്പൊ നമുക്ക് വലിയ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, ചെറിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ 4 ഘട്ടം എന്ന് പറയുമ്പോൾ 4000 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതേ സമയത്ത് 2000 സംതിങ്ങിന്റെ 2200 സംതിങ് ഉള്ളതാണ് ചെറിയൊരു വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യും. അതിന്റെ കൂടെ ഇന്നലെ ഞാൻ പോയി ഒരു വർക്ക് നോക്കിയത് ഏകദേശം 700 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് വലുതോ ചെറുതോ എന്നുള്ളതല്ല, വർക്കാണ് നമ്മുടെ അത് ഉത്തരവാദിത്തമായിട്ട് വളരെ പൂർണ്ണമായിട്ടും ഭംഗിയായിട്ടും സ്ട്രെങ്തോട് കൂടി, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പോയപ്പോ ഇവിടെ കയറിയത്. അതെ, അപ്പൊ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അലോകിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സാർ? നമ്മൾക്ക് പ്രധാനമായിട്ടും അലോകിന് ഓട്ടോമേഷന്റെ ഒരു സംവിധാനമുണ്ട്. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് വീടുകൾക്ക് ആവശ്യമായ ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഓട്ടോമാറ്റിക് ഷട്ടർ, ഓട്ടോമാറ്റിക് ഗേറ്റ്, ഓട്ടോമാറ്റിക് റൂഫ് ഓപ്പണർ, ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റിംഗ് കൺട്രോൾ, ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതിനുവേണ്ടി പ്രത്യേക വിഭാഗമുണ്ട്. നമുക്കതിൽ 6ഓളം സ്റ്റാഫുണ്ട് നിലവിൽ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ടെക്നിക്കലി എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 16 വർഷത്തോളം എറണാകുളത്തൊരു കമ്പനിയിൽ അതിലെ ഇൻസ്റ്റാളേഷൻ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തത്. അതെ, 2004 തൊട്ട് ഞാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നതാണ്. ആ കമ്പനിയിൽ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് മാറുന്നത്. അപ്പൊ താങ്കളുടെ കുടുംബത്തെ കുറിച്ച്? കുടുംബം, എൻ്റെ ഭാര്യ, 2 കുട്ടികൾ, അച്ഛൻ, അമ്മ. ഞങ്ങളിവിടെ ഏറ്റുമാനൂർ ജവഹർ നഗറിലാണ് താമസം. അച്ഛന് ചെറിയ ബിസിനസ് ഉണ്ട്. അമ്മ വീട്ടിൽ തന്നെ. വൈഫ് എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് വൈഫാണ്. വൈഫ് ഇവിടെ ഡിസൈൻ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് വൈഫാണ്. ജീവിതത്തിന്റെ ഡിസൈൻ. അതെ, ഷിജ ദിവാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് കാര്യങ്ങൾ നോക്കുന്നതും ചെയ്യുന്നതും. സൈറ്റുകളിലെ കാര്യങ്ങൾ ഞാൻ നോക്കും, ഡിസൈൻ ഭാഗം ഷിജ കൈകാര്യം ചെയ്യും. അത് ശരി. അല്ലെ, പിന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ താങ്കളുടെ മനസ്സിൽ എന്താണ്? മുന്നോട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊജക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ഇപ്പം നമ്മളെ വിശ്വസിച്ച് ഇപ്പം 5ഓളം കസ്റ്റമേഴ്സ് ഇപ്പം ഉണ്ട്. നന്നായി ചെയ്തു കൊടുത്ത 2 കസ്റ്റമറുകൾ, 2 അല്ല 3 പേർ. അതെ, അതിനോടൊപ്പം ഇപ്പോൾ ഉള്ള കസ്റ്റമർക്ക് അവർ പറഞ്ഞ സമയത്ത്, അവർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും പുതിയ വരുന്ന കസ്റ്റമേഴ്സിനും അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കിട്ടുന്ന വർക്കുകൾ ഭംഗിയായി, വളരെ മനോഹരമായി, അതോടൊപ്പം സ്ട്രെങ്തോടു കൂടി അത് പൂർത്തിയാക്കി കൊടുക്കും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യവും. ക്ലയന്റിന്റെ സന്തോഷമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ആണല്ലോ നമ്മുടെ ഏറ്റവും ദൈവം എന്ന് പറയുന്നത്. വാക്ക് പറയണ ദൈവം എന്ന് പറയുന്നത്. കാരണം നമ്മള്
ചെയ്ത് കഴിഞ്ഞ് ഇപ്പം എനിക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത് തീർത്ത ഒരു വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഊറ്റക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ റിനോവേഷൻ വർക്കായിരുന്നു. ഒരു 600 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ളൊരു വർക്കായിരുന്നു. അവരുടെ വീടിനോട് ചേർന്ന് വേറൊരു 2 റൂം എടുത്തു, ഒരു ബാത്റൂം, പിന്നെ ഒരു കിച്ചൺ എക്സ്റ്റൻഷൻ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം എനിക്ക് ആ വർക്ക് തീർന്നു കഴിഞ്ഞ് എൻ്റെ പേയ്മെൻറ്റിൽ പോലും എനിക്ക് എക്സസ് കൂടുതൽ തന്നു. ശരി. അതായത് അദ്ദേഹത്തിന് അത് തൃപ്തി ആയതുകൊണ്ടാണ് എനിക്കൊരു എമൗണ്ട് ഗിഫ്റ്റായിട്ട് കൂടെ തരികയുണ്ട്. ശരി. അതെനിക്ക് വളരെ സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു. ഇതൊക്കെ നമുക്ക് ഓരോ പ്രചോദനങ്ങളാണ്. അതെ, ഞാൻ പ്രതീക്ഷയിലും ഒരു എമൗണ്ട് കൂടുതലേ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇത്ര എമൗണ്ട് ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഗവൺമെന്റ്. താങ്കളുടെ വർക്കിലെ വിശ്വാസ്യതയാണ്. അതുപോലെ വിശ്വാസ്യത മാത്രമല്ല, നമ്മൾ ആ പറഞ്ഞ സമയത്ത് തീർക്കുകയും ചെയ്യും. അത് വലിയൊരു കാര്യമല്ലേ, വർക്കുകൾ തീർക്കുക. അദ്ദേഹത്തിനോട് പറഞ്ഞ സമയത്തിനേക്കാൾ കൂടുതൽ. കാരണം ഞാനിപ്പം പറയുന്ന ഈ 4 പ്രൊജക്റ്റിലും പറഞ്ഞിരിക്കുന്ന ടൈമിനേക്കാൾ മുമ്പെയാണ് ഇപ്പൊ റണ്ണിങ് നടക്കുന്നത്. അത് ശരി. അതൊരു വലിയ കാര്യം. അതെ, നമ്മളത് മിക്കവാറും ഞാനത് കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സ്കെഡ്യൂൾ പ്രകാരം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ കൊടുത്തിരിക്കുന്ന ടൈമിൽ ഇപ്പൊ ഈ അതിനു മുമ്പേ നമ്മളുടെ വർക്കുകൾ നടന്നു പോകുന്നുണ്ട്. കാരണം ചില തടസ്സങ്ങൾ പറയാം, മഴ, റെയിനി കണ്ടീഷൻ. ഇപ്പൊ ഈ അറുമാനൂർ സൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ, ഈ കഴിഞ്ഞ ജൂലൈ ജൂണിലൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് വണ്ടി ഓടി പോകാൻ പറ്റാത്ത സാഹചര്യം വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അതുപോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരല്പം നേരത്തെ തന്നെ വർക്ക് മൂവ് ചെയ്ത് പോകുന്നു. ശരി. അപ്പൊ എന്തായാലും അലോക് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇവിടെ വന്നപ്പോൾ മനോഹരമായ ചായ എനിക്ക് തന്നു. ആ ചായ പോലെ തന്നെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും വർക്കുകളും ഡിസൈനിങ്ങുകളും. ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ച താങ്കൾക്ക് നന്ദി. മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. താങ്ക് യു.